വെൽക്കം ബാക്ക് ടു സാലമൻ ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ എന്റെ എല്ലാ മക്കൾക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. സോ മക്കളെ, നമുക്കറിയാം നമ്മുടെ എക്സാം ആയി അല്ലേ, ക്രിസ്മസ് എക്സാം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കാൻ പോവുകയാണ്. സോ ഈ ഒരു അവസരത്തിൽ സാറ് വന്നിട്ടുള്ളത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സോഷ്യൽ സയൻസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിന്റെ ആൻസേഴ്സ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ കാണാം. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം, മകളെ 7ാം ക്ലാസ്സിലെ മക്കളാണ്. നിങ്ങൾക്കറിയാലോ, ഈ വർഷം അത്യാവശ്യം നല്ല ടഫായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ക്രിസ്മസ് എക്സാം നടക്കാൻ പോകുന്നത്. ഓണം എക്സാം നിങ്ങൾക്കറിയാം എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാം അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒക്കെ പാറ്റേൺ ഒക്കെ മാറിയ സമയത്തൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടി എന്ന് എന്റെ മക്കൾക്ക് അറിയാവുന്നതാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിനുള്ളത്. സോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലേക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. പ്രത്യേകിച്ച് 7ാം ക്ലാസ്സിലെ മക്കൾ എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷ ആൾക്കാരും USSന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷം തന്നെയാണ് ഈ 7ാം ക്ലാസ് എന്ന് പറയുന്നത്. സോ ഞാൻ പറയുന്നു മക്കളെ, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്ഥലത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാച്ച് ആയിട്ടുള്ള അവഞ്ചേഴ്സ് ബാച്ച്. അപ്പോൾ അവഞ്ചേഴ്സ് ബാച്ചിനകത്ത് ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, വലിയ തരത്തിലേക്ക് ഇതുപോലെ തന്നെ ഓഫറുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലേക്ക് നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. സോ മാക്സിമം കഴിയുന്ന ആൾക്കാരൊക്കെ തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാട്ടോ മകളെ. അടിപൊളിയാക്കണം, ഉഷാറാക്കണം ഈ വർഷം കേട്ടോ. കാരണം നമ്മുടെ അടുത്ത വർഷത്തേക്ക് ഹൈസ്കൂൾ അല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിപൊളിയായി ഉഷാറായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യണം, തുടങ്ങണം കേട്ടോ. ഓക്കെ, റെഡി. സോ മകളെ, നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് അവർ അല്ലെങ്കിൽ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഈ ഒരു ചാപ്റ്ററിനകത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അതിനകത്തെ പ്രധാനപ്പെട്ട ചില ഭാഗം മകളെ, എർത്തിന്റെ പ്രധാനപ്പെട്ട ലെയേഴ്സ് ഇല്ലേ, ഈ ലെയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യങ്ങൾ ചോദിക്കാം. ഭൂമിക്ക് പ്രധാനപ്പെട്ട 4 പാളികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 3 പാളികൾ അതെല്ലാവർക്കും അറിയുന്നതാണ്. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് നോക്ക്, ഇതേപോലെ തന്നെ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കറിയാം. ഏറ്റവും മുകളിലുള്ളതാണ് ഇത് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം. അതിന്റെ താഴെയാണ് മാന്റിൽ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ താഴെ കോർ അല്ലെങ്കിൽ കാമ്പാണ്. അത് 2 ഉണ്ട്. ഔട്ടർ കോർ ഉണ്ട്, അതുപോലെ തന്നെ ഇതാണ് ഇന്നർ കോർ ഉണ്ട്. ഇങ്ങനെ മൊത്തം 4 പാളികളാണ് ആരുള്ളത്, എർത്തിനകത്ത് ഉള്ളത്. മക്കളെ, ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, എക്സാമിന് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഇതെന്തായാലും പഠിച്ചു വെച്ചോണം കേട്ടോ. ഏത് ക്രസ്റ്റ്, മാന്റിൽ, കോർ എന്നുള്ളത് എങ്കിലും പഠിച്ചു വെച്ചോണം കേട്ടോ. ഈ പറഞ്ഞ ഭൂവൽക്കം, മാന്റിൽ, അതുപോലെ കാമ്പ് എന്നുള്ളത് മിനിമം എന്ത് ചെയ്യണം, അതെങ്കിലും പഠിച്ചു വെച്ചോണം കേട്ടോ. ഓക്കെ, റെഡി. ഇനി മക്കൾ ശ്രദ്ധിച്ചോ, ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ചോദ്യം വരിക. മക്കളെ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ചേരുംപടി ചേർക്കുക. ഈ രീതിയിലേക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം വരാം. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കവുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റ് അവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാന്റിലിൻ്റെതും അവിടെ തന്നിട്ടുണ്ട്, ഓരോരോ പോയിന്റ് തന്നിട്ടുണ്ട്. ബാക്കി ഓരോ പോയിന്റ് എഴുതണം. ഇതിപ്പോ ഞാൻ ഇവിടെ കൊടുത്തതിൽ നിങ്ങൾക്ക് ഓരോന്നും ഇതുപോലെ തന്നെ ഓരോ പോയിന്റുകൾ ഉണ്ട്. പക്ഷെ എല്ലാത്തിലും അങ്ങനെ ഉണ്ടായിക്കോളുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ പോയിന്റ്സും ഇവിടെ എന്ത് ചെയ്യത്തില്ല, തരുന്നില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ക്രസ്റ്റ് ആണെങ്കിൽ അവിടെ പറയുന്നുണ്ട് ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്, ഏറ്റവും പുറമെയുള്ള പാളി എന്നാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിനകത്ത് നമുക്ക് ഇനിയിപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇങ്ങനെയൊന്നും എക്സാമ്പിൾ ചിലപ്പോൾ കണ്ടോളുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഈ രീതിയിലേക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാം. അപ്പൊ നിങ്ങൾ നോക്ക്, വലിയൊരു ഏരിയ ആണ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വലിയൊരു ഏരിയ ആണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ആ ഏരിയയിൽ നിന്നൊക്കെ തന്നെ ഈ രീതിയിലേക്കാണ്, വളരെ ഷോർട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യത. മക്കളെ, അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്താണ് ആൻസർ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയോ, ഒരു 2-3 പോയിന്റുകൾ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം കേട്ടോ. അപ്പൊ അതിൽ ആദ്യം തന്നെ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ക്രസ്റ്റ്. അപ്പൊ നിങ്ങൾക്കറിയാം മക്കളെ, ഏറ്റവും പുറമേയുള്ള പാളിയാണല്ലോ. അപ്പൊ നമ്മൾ ക്രസ്റ്റ്, മാന്റിൽ, കോർ എന്ന് പഠിച്ചാൽ തന്നെ ഏറ്റവും പുറമേ ഉള്ളത് ക്രസ്റ്റ് ആണ്, ഭൂവൽക്കാണ് എന്നുള്ളത് കിട്ടി. അപ്പൊ ഏറ്റവും ഉള്ളിലുള്ളത് ഏതായിരിക്കും, ഔട്ടർ മോസ്റ്റ് ലെയർ ഏതായിരിക്കും, ഈ പറയുന്ന ഇന്നർ മോസ്റ്റ് ലെയർ ഏതായിരിക്കും, അത് ഈ പറയുന്ന കാമ്പായിരിക്കും എന്നുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ നോക്ക്, ഔട്ടർ മോസ്റ്റ് ലെയർ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ഇത്, ഈ പറയുന്ന ഭൂവൽക്കം എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ്. ഇനി അടുത്തത് നിങ്ങൾ നോക്ക്, സോളിഡ് റോക്സ് ആണ്, ഖരരൂപത്തിലാണ് ഇത് ചെയ്യുന്നത്, കാണപ്പെടുന്നത് സോളിഡ് റോക്സ് അല്ലെങ്കിൽ ഖരരൂപത്തിലാണ്. ഇനി അതിന്റെ ആവറേജ് തിക്നെസ് അവിടെ പറയുന്നുണ്ട് 30 കിലോമീറ്റേഴ്സ്. ആവറേജ് തിക്നെസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കനം എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ ആണ്. അതായത് ഈ പറയുന്ന, ശ്രദ്ധിക്കുക മക്കളെ, ഇവിടുന്ന് ഇങ്ങോട്ട് ഈ പറയുന്ന മാന്റിലേക്ക് ഏകദേശം ഒരു 30 കിലോമീറ്റർ കനത്തിലാണ് എന്ത് ചെയ്യുന്നത്, കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. ഓക്കെ, റെഡി. ഇനി അടുത്ത നോക്കിക്കോട്ടോ, ഈ പറയുന്ന പ്രധാനപ്പെട്ട ഭൂവൽക്കം കഴിഞ്ഞാൽ അതിന്റെ നേരെ താഴെയുള്ളതാണ് ഇത്, ഈ പറഞ്ഞ മാന്റിൽ അല്ലേ. അടുത്താണ് ഇത് മാന്റിൽ എന്ന് പറയുന്നത്. മക്കളെ നോക്കിക്കോളൂ, മാന്റിലിന്റെ പ്രധാനമായിട്ട് പറയുന്നത് ആ ലെയർ നിങ്ങൾ നോക്ക്, അതിന്റെ ഏകദേശം കനം അവിടെ പറയുന്നുണ്ട് ഭൂവൽക്കത്തിൽ നിന്നും 2900 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പറ്റും, ഈ പറഞ്ഞ മാന്റിൽ എന്ന് പറഞ്ഞാൽ ക്രസ്റ്റിന്റെ അല്ലെങ്കിൽ ഭൂവൽക്കത്തിന്റെ നേരെ താഴെയല്ലേ. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ഉണ്ട്, ജസ്റ്റ് ബിലോ ദ ക്രസ്റ്റ് എന്ന് പറയാൻ പറ്റും. ജസ്റ്റ് ബിലോ ദ ക്രസ്റ്റ്, ഭൂവൽക്കത്തിനു താഴെ, ഭൂവൽക്കത്തിന് തൊട്ടു താഴെ എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ മാന്റിലിന്റെ ഒരു ഫസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടി അല്ലേ. അതെങ്ങനെയാണ്, ജസ്റ്റ് ബിലോ ദ ക്രസ്റ്റ് ആണ് അല്ലെ. ബിലോ ദ ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കത്തിന് താഴെയാണ് 2900 ആണ് അതിന്റെ ഈ പറയുന്ന തിക്നെസ് എന്ന് പറയുന്നത് അല്ലേ. ഇതാ അവിടെ പോയിന്റ് ഉണ്ട്, ബിലോ ദ ക്രസ്റ്റ് ആണ്. ഇനി ഏറ്റവും തിക്കസ്റ്റ് ലെയർ ആണ്, കനമുള്ള പാളിയാണ്. അതായത് മക്കൾ ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട 3 പാളികൾ ഉണ്ടല്ലോ, ക്രസ്റ്റ്, മാന്റിൽ, കോർ. ഇതിനകത്ത് ഏറ്റവും കനമുള്ളത് മക്കൾ ആലോചിച്ച് നോക്കണം. ഈ ക്രസ്റ്റിന്റെ നമ്മൾ പറഞ്ഞു 30 കിലോമീറ്റർ ആണ് ആവറേജ് എങ്കിൽ മാന്റിലിന്റെ ഏകദേശം 2900 കിലോമീറ്റർ ആണ് ഇതിന്റെ കനം. അതായത്
ഇവിടെ മുതൽ ഇവിടെ മുതൽ ഈ കാമ്പ് വരെ 2900 എന്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും കനമുള്ളതാരാണ്? മാൻഡിലാണ് ഏറ്റവും കനമുള്ളത് കേട്ടോ. ഏറ്റവും കനമുള്ള പാളി ഇതാണ്. അത് കഴിഞ്ഞാൽ മക്കളെ ലാസ്റ്റ് വൺ ആണ് ഇതുപോലെ തന്നെ കോറ് അല്ലെങ്കിൽ കാമ്പിനെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. ലാസ്റ്റ് വൺ നോക്കാനുള്ളത് കാമ്പ്. അപ്പൊ കാമ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് നിഫെ എന്നാണ്. റിപ്പീറ്റ് എന്താണ്? നിഫെ. മക്കളെ നിക്കലും അതേപോലെ തന്നെ ഇരുമ്പ് അല്ലെങ്കിൽ അയേണും കൂടി ചേർന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ Ni+Fe എന്നുള്ള രീതിയിൽ നിഫെ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതിന്റെ ഒരു വിളിപ്പേരാണ് ഇത് നിഫെ എന്ന് വിളിപ്പേരുള്ളത് ആരാണ്? ഇയാളാണ്. മക്കൾ ഒറ്റ കാര്യം എടുത്താൽ മതി. അതായത് ഇതിൽ ഏറ്റവും ഉള്ളിലാണ് അല്ലെങ്കിൽ ഏറ്റവും ചെറുതാണല്ലോ കാമ്പ്. ഈ പറഞ്ഞ കാമ്പ് അല്ലെങ്കിൽ കോർ ഏറ്റവും ചെറുതാണല്ലോ. അപ്പം ചെറിയ പ്രായത്തിലൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ തന്നെ പേരുകൾ വിളിക്കുക. ഓരോ ആൾക്കാരുടെ പേര് വിളിക്കുക. അല്ലെ അച്ചു, കുഞ്ചു, അച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ പേരുകൾ ഉണ്ടാവും. അപ്പൊ ആലോചിച്ചുകൂടാ, ഏറ്റവും ചെറിയ ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുക പേരിടുക. അപ്പൊ ഏറ്റവും ചെറുത് ഒന്നാണ് ഇത് കാമ്പ്. അപ്പൊ കാമ്പിനാണ് നമ്മൾ ചെറിയൊരു വിളിപ്പേരുള്ളത്. അത് നിഫെ ആണെന്നുള്ളത് ഓർത്ത് വെച്ചോ കേട്ടോ. നിഫെ. ഇനി മക്കളെ ഇത് നോക്കിയോട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രസ്റ്റിന്റെ താഴെയാണ് മാൻഡിൽ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ കോറിന്റെ ഒരു പോയിന്റ് നമുക്ക് പറയാൻ പറ്റില്ലേ? എന്താണ്? ജസ്റ്റ് ബിലോ ദ മാൻഡിൽ എന്ന് പറഞ്ഞൂടെ? അതായത് മാൻഡിലിന്റെ തൊട്ടു താഴെയാണ് കോർ എന്ന് പറഞ്ഞൂടെ, അല്ലെങ്കിൽ കാമ്പ് എന്ന് പറഞ്ഞൂടെ? അപ്പൊ നമ്മൾ പറഞ്ഞത് റെഡിയാണ്. നിങ്ങൾ നോക്കിയോ, അതിന്റെ അടുത്ത പോയിന്റ് നോക്കിയോ, ബിലോ ദ മാൻഡിലിന് താഴെ. കണ്ടില്ലേ? ഈ പറയുന്ന മാൻഡിലിന്റെ താഴെയാണ് ആരുള്ളത്? ഈ പറഞ്ഞ കോറുള്ളത് അല്ലെ, മാൻഡിലിന്റെ താഴെയാണ്. റെഡി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഇനി അതിന്റെ പാർട്സ് ആണ് ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ അല്ലെ. രണ്ട് ഭാഗങ്ങൾ അതിനുണ്ട്. ഈ പറഞ്ഞ ഏറ്റവും പുറമേയുള്ള ഭാഗമാണെങ്കിൽ ഇതുപോലെ തന്നെ ഔട്ടർ കോർ എന്നും, ഉള്ളിലാണെങ്കിൽ ഏതാണ്? ഇന്നർ കോർ എന്നാണ് വിളിക്കുക കേട്ടോ. അതായത് പുറമേ ആണെങ്കിൽ പുറം കാമ്പ് എന്നും, അകത്താണെങ്കിൽ അകക്കാമ്പ് എന്നാണ് വിളിക്കുക. അങ്ങനെ രണ്ട് പാർട്സും ഉണ്ട്. അത്രയേ ഉള്ളൂ മക്കളെ. ഇത് ഏറ്റവും ബേസിക് ആയിട്ട് എർത്തിന്റെ പ്രധാനപ്പെട്ട ഇന്റീരിയേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഉള്ളറകളെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ട പോയിന്റാണ്. അതായത് ഞാൻ പറഞ്ഞ വേറെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകാനാവുന്നില്ലെങ്കിൽ, ഞാൻ പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഇത് മാത്രമല്ല കുറേ പോയിന്റുകൾ ഉണ്ട്. അത്രയൊന്നും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല എങ്കിൽ ഈ പോയിന്റ് എങ്കിലും മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. കാരണം ഉറപ്പാണ് മക്കളെ ഇത് ചോദിക്കും. ഇത് എക്സാമിനകത്ത് ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്. ഈ ഒരു എർത്തിന്റെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ നിർബന്ധമായിട്ട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പഠിച്ചിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഓക്കെ, റെഡി അല്ലേ? കുഞ്ഞുങ്ങൾക്ക് അത് ഓക്കെയാണ്, സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്തത് കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോ. അടുത്തത് ഈ രീതിയിലേക്ക് ഒരു ചോദ്യം വരാം. എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ട്രൂ ആണോ ഫാൾസ് ആണോ, അല്ലെങ്കിൽ ഇമോജി നിങ്ങൾ കൊടുത്താൽ മതി. ട്രൂ ആണെങ്കിൽ ഈ ഇമോജി കൊടുക്കുക, ഫാൾസ് ആണെങ്കിൽ ഈ ഒരു ഇമോജി കൊടുക്കുക അല്ലെ. ഹാപ്പി ആയിട്ടുള്ള ഇമോജി ഉണ്ട്, സാഡ് ആയിട്ടുള്ള ഇമോജി ഉണ്ട്. അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഏതാ നോക്കുക. അതിൽ ഫസ്റ്റ് ഒരു പോയിന്റ് പറയണേ, ദ ക്രസ്റ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദി എർത്ത് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റോക്സ് അല്ലെ. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ ഉറപ്പുള്ള ഭാഗമാണ് ഭൂവൽക്കം അല്ലെ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്നു. അത് നമുക്ക് ട്രൂ ആണോ ഫാൾസ് ആണോ മക്കളെ? നമുക്കത് അറിയുന്നതാണ്. അത് ട്രൂ ആണ് അല്ലെ, അത് ശരിയാണ്. അപ്പൊ ശരിയായതിന് നമ്മൾ കൊടുക്കേണ്ടതാണ് ഇതേപോലെ തന്നെ ഹാപ്പി ആയിട്ടുള്ള ഇമോജി എന്ത് ചെയ്യാം, കൊടുക്കാം. ഇനി അടുത്ത് നോക്കുകയാണെ, ലിത്തോസ്ഫിയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ. ശ്രദ്ധിക്കുക, ഭൂവൽക്കത്തിന്റെയും മാൻഡിലിന്റെയും ഉപരിഭാഗം ചേർന്നതാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ. അതും എന്ത് തന്നെയാണ്, ശരി തന്നെയാണ്. അപ്പൊ അതിനും നമ്മൾ എന്ത് ചെയ്യണം, ഹാപ്പി ആയി കൊടുക്കണം അല്ലെ. അടുത്തത്, അസ്തനോസ്ഫിയർ ഈസ് എ മോൾട്ടൺ പാർട്ട് ഫോംഡ് ബൈ മോൾട്ടൺ റോക്സ് പാർട്ടിക്കിൾസ് ഓർ ബ്രാക്കറ്റിൽ മാഗ്മ. ശിലാപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ മാഗ്മ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. കറക്റ്റ് ആണ്. അതും എന്താണ്, ശരി തന്നെയാണ്. ശരി തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എന്താണ്, ശരിയാണ്. ലാസ്റ്റ്, ഔട്ടർ കോർ ഈസ് എ ലിക്വിഡ് സ്റ്റേറ്റ്. പുറംകാമ്പ് ദ്രവാവസ്ഥയിലാണ്. അതും എന്ത് തന്നെയാണ്, ശരി തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക മക്കളെ, ഇതേപോലെ തന്നെ എല്ലാം എന്താണ്, ശരിയാണ്. അപ്പൊ ഈ രീതിയിലേക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് വരട്ടോ. അപ്പൊ കുഞ്ഞുങ്ങൾ ഓർത്ത് വെച്ചോ, നമുക്ക് ഒരു പാറ്റേൺ നമ്മൾ പറഞ്ഞു, ഈ ഭൂമിയുടെ ഈ ഉള്ളറയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ചിത്രം തന്നിട്ട് എന്ത് ചെയ്യാം, ചോദിക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതുപോലെ ട്രൂ ഓർ ഫാൾസ് ആണോ അങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താൻ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ ഏരിയ പഠിക്കണം. ഇനി ഇതിനകത്ത് നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മൾക്കറിയാം ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ചും പിന്നീട് ഭൂമിയുടെ ഉപരിഭാഗത്തുള്ള അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും അല്ലെങ്കിൽ അന്തരീക്ഷത്തിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്, ഹൗ ഡസ്റ്റ് പാർട്ടിക്കിൾ റീച്ച് ദ അറ്റ്മോസ്ഫിയർ. മക്കളെ, അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത് ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ്, എങ്ങനെയൊക്കെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത്? നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മക്കളെ. അത് നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. 3 മാർഗങ്ങളാണ് പറഞ്ഞത് മക്കളെ. ഒന്നാമത്തത് ബൈ വിൻഡ് ആണ്. ഒന്നാമത്തെ എന്തിലൂടെയാണ്, കാറ്റിലൂടെയാണ്. ഫസ്റ്റ് വൺ ബൈ വിൻഡ് അല്ലെങ്കിൽ കാറ്റിലൂടെയാണ്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് വരുന്നത് മക്കൾ ശ്രദ്ധിച്ചോ, രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ വോൾക്കാനിക് ഇറപ്ഷൻസിലൂടെയാണ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. കാറ്റിലൂടെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക മക്കൾ ശ്രദ്ധിച്ചോ, നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ നമ്മുടെ ഇവിടെ അല്ലെങ്കിൽ മരുഭൂമിയിലൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, കാറ്റങ്ങ് അടിക്കുന്ന സമയത്ത് പൊടികൾ ഇങ്ങനെ എന്ത് ചെയ്യും, പറക്കും. നമ്മളെവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, കാറ്റടിക്കുമ്പോഴേക്കും ഒരുപാട് പൊടിപടലങ്ങൾ വരുന്നില്ലേ. അപ്പോൾ കാറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പൊടിപടലങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപിക്കുന്നുണ്ട് അല്ലെ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, റെഡി. ഇനി അടുത്ത രണ്ടാമത്തെ ഇതുപോലെ എന്താണ്, വോൾക്കാനിക് ഇറപ്ഷൻസ് ആണ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ. രണ്ടാമതാണ് ഇത് അഗ്നിപർവ്വതങ്ങളിലൂടെ.
അഗ്നിപർവ്വതങ്ങളുടെ നോക്കാം മക്കളെ. എന്താണ് അഗ്നിപർവ്വതങ്ങൾ? നിങ്ങൾ ശ്രദ്ധിക്കുക. അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ മക്കൾ മനസ്സിലാക്കി വെക്കേണ്ടത് വെറും ലാവ മാത്രമല്ല പുറമേക്ക് വരിക. ശ്രദ്ധിക്കണം, അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ വെറും ലാവയല്ല, അതിനകത്ത് റോക്ക് പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് ഈ പറയുന്ന പാറയുടെ ഒക്കെ തന്നെ കഷ്ണങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ മക്കളെ വാട്ടർ ഉണ്ടാവും, ചെറിയ തരത്തിലേക്കുള്ള ഈ വാട്ടർ സാധനങ്ങൾ ഉണ്ടാവും, ചളിയായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാറ പൊട്ടുന്നുണ്ട്. മക്കൾ ഒറ്റ കാര്യം വെച്ചാൽ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഈ കിണറുകളിലൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പാറ പൊട്ടിക്കാറുണ്ട്. പാറ പൊട്ടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ജസ്റ്റ് ഒരു കിണറിലുള്ള പാറ പൊട്ടിക്കുമ്പോൾ അത് കണ്ട ആൾക്കാരൊക്കെ അറിയാം, ഒരു പാറയുടെ കഷ്ണങ്ങൾ വരുന്നുണ്ട് അല്ലെ, റോക്സ് പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. കൂടെ തന്നെ എന്തുണ്ടാവും, ചെറിയ പൊടിപടലങ്ങളും ഉണ്ടാവും അല്ലെ. ചെറിയതല്ല, അത്യാവശ്യം പൊടിപടലങ്ങൾ ഉണ്ടാവും. അപ്പൊ അതേപോലെ തന്നെയാണ് ഒരു പ്രധാനമായിട്ട് ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിനകത്ത് ഇതേപോലെ തന്നെ വോൾക്കാനിക് എറപ്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, എത്തുന്നത് കേട്ടോ. അതൊന്നും ചെയ്യണം, പഠിച്ചു വെച്ചോളണേ. റെഡി അല്ലേ, സെറ്റ് അല്ലേ? ഇനി മക്കൾസെ അടുത്തത് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാതെ, അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ മക്കളെ, ഉൽക്കകൾ കത്തുന്നതിലൂടെയാണ്. ഈ ഉൽക്കകൾ കത്തുന്നതിലൂടെ നെക്സ്റ്റ് തേർഡ് വൺ ആണ് ഇത്, ഉൽക്കകൾ കത്തുന്നതിലൂടെ. ഉൽക്കകൾ കത്തുന്നതിലൂടെ എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയോ, ഈ പറഞ്ഞ മെറ്റേഴ്സ് അല്ലെ, ബേണിംഗ് ദ മെറ്റേഴ്സ് ആണ്. ശ്രദ്ധിക്കാതെ കണ്ടോ കുഞ്ഞുങ്ങളെ, ശ്രദ്ധിച്ചോ, ഈ ബേണിംഗ് ദ മെറ്റേഴ്സ് ആണ്. ഉൽക്കകൾ ഇങ്ങനെ കത്തി ഈ ചാരമാവുന്നുണ്ട് അല്ലെ. അപ്പൊ അന്തരീക്ഷത്തിനകത്ത് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ പൊടിപടലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എത്തുന്നുണ്ട് കേട്ടോ. അതാണ് ഇത്, അത് പറഞ്ഞു കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? അതാണ് മൂന്നാമത്തെ കേട്ടോ, ആഷ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ദ ബേണിംഗ് ഓഫ് മെറ്റേഴ്സ് എന്ന് പറഞ്ഞത് അത്രയാണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്, റെഡി. ഇനി കുഞ്ഞുങ്ങളെ അടുത്തത് നിങ്ങൾ ഓർത്ത് വെച്ചോ. ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്തത് പ്രധാനപ്പെട്ട നെക്സ്റ്റ് ചാപ്റ്റർ മക്കളെ, ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗം അത് മക്കളെ വേറൊന്നല്ല, ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നോക്കിയോ, ഒരു ആക്ടിവിറ്റിയാണ്. അതായത് ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തരികയാണ്. മാപ്പും അതുപോലെ തന്നെ ഗ്ലോബും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, മാപ്പ് ഗ്ലോബ് തമ്മിലുള്ള വ്യത്യാസം, അതിന്റെ കുറിച്ച് ഇതേപോലെ തന്നെ എന്താണ്, യെസ്, അവിടെ കറക്റ്റ് ആയിട്ട് ഇതേപോലെ തന്നെ എന്താണ് തന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന് കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം, കണ്ടെത്തണം. അപ്പൊ നോക്ക്, ഈ ഗ്ലോബും മാപ്പും തമ്മിലുള്ള വ്യത്യാസമല്ലേ, ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ഗ്ലോബ് എന്താണ്, മാപ്പ് എന്താണ്, അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. സോ ഇത് മക്കളെ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളാം, എക്സാമിന് എന്ത് ചെയ്യും, വരും. അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയും നമുക്ക് ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യും, പറയും. സോ എല്ലാ ആൾക്കാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സോ നിർത്തുന്നു. സോ ബൈ എവരിവൺ, ബൈ മക്കളെ, ബൈ.